ഷിംജിത മുസ്തഫ ഈ പേരിപ്പോൾ കേൾക്കാത്ത മലയാളികളോ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയില്ലെന്ന് പറയേണ്ടി വരും. കാരണം സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാമെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം സൗത്ത് ഇന്ത്യ എടുത്ത് പറയാൻ കാരണം കേരളത്തിലും തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും അധികം വൈറലായിരിക്കുന്നത് ഷിംജിത മുസ്തഫയുടെ ഈ വിഷയം. തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീഡിയ എടുത്തിട്ട് അലക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഷിംജിത മുസ്തഫ ജയിലിലായിരിക്കുകയാണ്. ഈ ജയിലിലാകുമ്പോഴും അവരുടെ അഹങ്കാരത്തിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് വേണം ഇവിടെ എടുത്ത് പറയേണ്ടത്. കാരണം ജയിലിലായി ഒരു ദിവസം ജയിലിറക്കുള്ളിൽ കിടന്നിട്ടും അവർ ഇപ്പോഴും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് ദീപക് തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് കൂട്ടായി പോലീസ് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ രാവിലെ 10:30 അറസ്റ്റ് ചെയ്യുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. എന്നാൽ വൈകുന്നേരത്തോടെയാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾ പോലും അറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മാധ്യമങ്ങൾ പലതവണ വിളിച്ചു ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുക, ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുക, അങ്ങനെ തുടങ്ങി എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നമുക്കറിയാം ഷിംജിത മുസ്തഫയുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അതിലവർ പർദ്ദയിടുന്ന സ്വഭാവക്കാരിയല്ല എന്നുള്ളത്. എന്നാൽ അവരെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് ചെയ്യുന്നത് അവർക്ക് പർദ്ദയൊക്കെ നൽകി ഒപ്പം ഒരു മാസ്ക് ഒക്കെ നൽകിയാണ് പോലീസ് കൊണ്ടുവരുന്നത്. ഇവർ ചെയ്തത് എന്തടിസ്ഥാനത്തിലാണ് ഒരു VIP പരിഗണന കൊടുത്തെന്നുള്ള ചോദ്യം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അവിടെ ആ നിലനിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായി സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്നത്, ഒപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇതെല്ലാം സ്വകാര്യ വാഹനത്തിന്. അതിന് പോലീസ് പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് അവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നാം ഒന്ന് ആലോചിക്കണം, ഇന്നേ വരെ ആർക്കെതിരെയും പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? ഇന്നേ വരെയും ഈ പറയുന്ന പോലീസ് പ്രതിഷേധരെ മാറ്റി നിർത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ തടഞ്ഞിട്ടില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇന്നേ വരെയും ഒരാൾക്കും ലഭിക്കാത്ത പരിഗണന എന്തുകൊണ്ട് ഷിംജിതയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള ചോദ്യം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾക്കും അതുപോലെ റീൽസുകൾക്കും വേണ്ടി നടത്തിയ വീഡിയോ നാടകം ഒടുവിൽ യുവാവിൻ്റെ ജീവനെടുക്കുകയും ഒരു യുവതിയെ ജയിലഴിക്കുള്ളിലാക്കുകയും ചെയ്തിരിക്കുന്നു കൂടി ഇവിടെ മനസ്സിലാക്കണം. പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട അല്ലമീൻ എന്ന ബസ്സിൽ വെച്ച് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവതി, അതായത് കോഴിക്കോട് സ്വദേശിയായ ദീപകിനെതിരെ വേറെ വീഡിയോ പ്രചരിപ്പിച്ചതാണ് വടകര സ്വദേശിയായ ജിംഷിദ മുസ്തഫ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അവരിപ്പോൾ മഞ്ചേരി വനിതാ സബ് ജയിലിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ മഞ്ചേരി വനിതാ ജയിലിലാണ് റിമാൻഡിൽ കഴിയുന്നത്. മുസ്ലിം ലീഗിലെ മുൻ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെയാണ് ഷിംജിത എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ അവർ 2020-25 കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പർ കൂടി ആയിരുന്നവരാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വളരെ എളുപ്പത്തിൽ പ്രശസ്തിയും പണവും നേടാനുള്ള വകതിരിവില്ലായ്മ കൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതും. 2 കാറുകളും വലിയ വീടും എല്ലാ ആഡംബര സൗകര്യങ്ങളുമുള്ള അവർ സാധാരണയായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളതാണ് അയൽവാസികൾ പോലും അല്ലെങ്കിൽ നാട്ടുകാർ പോലും പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഒരു വൈറൽ കണ്ടന്റ് ലക്ഷ്യം വെച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ അത് ദീപക് എന്ന യുവാവിനെ അതിൽ ഇരയാവുകയും ദീപക് എന്ന യുവാവിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ആ ശാസ്ത്രീയമായി പരിശോധിച്ച് പോലീസ് ഷിംജിതയുടെ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും വ്യാജമാണെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അവർ പുറത്തുവിട്ട വീഡിയോ ബോധപൂർവം എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലാക്കി ചെയ്തതാണെന്നും യുവാവിനെ അപമാനിക്കാൻ വേണ്ടി അത് സ്ലോ മോഷനാക്കി മാറ്റിയതാണെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ദീപക് ഇറങ്ങുന്നതിന് മുമ്പ് ഷിംജിത മനഃപൂർവ്വം അങ്ങോട്ട് ചേർന്ന് നിന്ന് വീഡിയോ എടുക്കുമായിരുന്നെന്നും ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ ഒപ്പം തന്നെ യാത്രക്കാരോ ദീപക് അപമര്യാദയെ പെരുമാറുന്നതായി കണ്ടിട്ടില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. ഇതിലൂടെ ഒരു കുടുംബത്തിൽ അത്താണിയായ യുവാവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഷിംജിതയ്ക്കെതിരെ IT ആക്ട് ഒപ്പം തന്നെ BNS വകുപ്പിലെ 108 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷത്തോളം തടവ് ലഭിക്കാവുന്ന ജാമ്യബില വകുപ്പ് കൂടിയാണിത്. ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് ഒളിവിൽ പോയ ഷിംജിത പോലീസ് വലിയ തരത്തിൽ അന്വേഷണം ആരംഭിച്ചെന്ന് പറയുകയും ചെയ്തു. അതായത് ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വടകരയിലെ സഹോദരന്റെ വീട്ടിൽ നിന്നും അതീവ രഹസ്യത്തോടെയാണ് ഇവരെ പിടികൂടുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ പേടിച്ചു പോയതായും പോലീസിന്റെ മുന്നിൽ ഇവർ പൊട്ടിക്കരഞ്ഞ സാഹചര്യം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഈ വിഷയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം ഷിംജിതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം ഭയന്ന് ഇവർ ഒളിയിൽ പോകുന്ന സമയത്താണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വന്നപ്പോൾ ഇവർക്ക് പിന്നെ വടകര വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ഏത് വിധേന ഇവർക്ക് രക്ഷപ്പെടണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് പുറത്തു വന്ന് ഇവർ പുറത്തേക്ക് പോയി കഴിഞ്ഞു അല്ലെങ്കിൽ രാജ്യം വിടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്തയെല്ലാം പുറത്തു വരും. ഒടുവിൽ അവർ സഹോദരിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കേണ്ട സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവിടെ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. പോലീസ് രാവിലെ പിടികൂടുമ്പോൾ ഇവർ പോലീസിന് മുന്നിൽ പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടെന്ന് ഒടുവിൽ പോലീസ് സമാധാനപ്പെടുത്തിയാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസാണ് പർദ്ദയും മാസ്കുമെല്ലാം ധരിപ്പിച്ച് അതീവ രഹസ്യമായി സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത്.
കുന്ദമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവരെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്ത്. ഈ റിമാൻഡിൽ കഴിയുമ്പോൾ പോലും ഇവർ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനായി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഇവർ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ദീപകിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വക്കീൽ പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. ഇവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിലവിൽ ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, മഞ്ചേരിയിലെ വനിതാ ജില്ലയിലെ ദുരിതപൂർണ്ണമായ സാഹചര്യത്തിലാണ് ഷിംജിത പൂർണ്ണമായും തളർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മോഷണ കേസിലും മറ്റുമൊക്കെ പിടിയിലായ സഹതടവർക്കൊപ്പം പായിൽ കിടന്നുള്ള ജയിൽവാസം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും റീൽസ് ഇടാനും അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നും അവിടുത്തെ കൊതുകടിയും അതുപോലെ സാധാരണ ഭക്ഷണമൊക്കെ അവരെ മാനസികമായി തകർക്കുകയാണെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ജയിലിനുള്ളിൽ വലിയ തരത്തിൽ ഏങ്ങനടിച്ച് കരയുന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി മാറിയിരിക്കുന്നു എന്നുള്ളതും പുറത്തു വരുന്ന സൂചനകളുണ്ടാകുന്നു. സ്ത്രീകൾ തങ്ങളുടെ മാനം രക്ഷിക്കാൻ ഏത് വഴി സ്വീകരിക്കാൻ നിയമം അവർക്ക് അനുവാദം നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കണം. ഇവിടെ മറ്റൊരാൾക്ക് ലഭിക്കാത്ത പരിഗണന ഷിംജിത മുസ്തഫയ്ക്ക് ലഭിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. ആ ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി പറയുക തന്നെ വേണം. മറ്റൊന്ന്, ഇവിടെ അവർ ആവർത്തിച്ച് പറയുന്നത് അവർക്ക് ഇപ്പോഴും ദീപക്കിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് തന്നെയാണ് അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഇപ്പോഴത്തെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള അപേക്ഷ നൽകാനുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അപേക്ഷ നൽകി കഴിഞ്ഞു. ഇപ്പോൾ അപ്പോഴും അവർ പറയുന്നത് എനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് തന്നെയാണ്. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ജയിലിലായിട്ടും ഇവരുടെ അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്നുകൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. അവർ ആദ്യം മുതൽ അവസാനം വരെയും ദീപകിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ദീപക് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നാം എല്ലാവരും ദീപകിനെ മോശമായി തന്നെ കണ്ടേനെ. ദീപകിനെ ഒരു സ്ത്രീലമ്പണ്ണായി ചിത്രീകരിച്ചേനെ. സ്ത്രീലമ്പൺ എന്ന പേരും കൊണ്ട് ദീപക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ. ആ ജീവിതം ദുസ്സഹമാവുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഒരുപക്ഷെ ദീപക് തൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ അതുവരെയും ദീപകിനെ എതിർത്തവർ പോലും പിന്നീട് അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ നാം ആലോചിക്കണം, ഒരു സ്ത്രീക്ക് അവരുടെ പ്രശ്നമുണ്ടല്ല, അവരുടെ തങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കാമെന്ന് നിയമം നൽകുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നുണ്ട്. അവരുടെ മാനം രക്ഷിക്കാൻ അവർക്ക് ഏത് വഴിയും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ സ്വയരക്ഷയ്ക്ക് വേണ്ടി വീഡിയോ പകർത്തുന്നതിലോ അതുപോലെ പരാതിപ്പെടുന്നതിലോ യാതൊരു തെറ്റുമില്ല. എന്നാൽ വൈറലാകാൻ വേണ്ടി നിരപരാധികളെ വേട്ടയാടുന്നത് വലിയൊരു കുറ്റകൃത്യം കൂടിയാണ്. ദീപകിന് ആ അപമാനം താങ്ങാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം. ഷിംജിത അർഹിക്കുന്ന ശിക്ഷ ഇപ്പോൾ അവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ റീച്ചിനും കയ്യടിക്കുമായി എന്തും ചെയ്യാൻ മുതിരുന്നവർക്ക് വലിയൊരു പാഠം കൂടിയാണിത്. ഇനിയും കടുത്ത സൈബർ ആക്രമണങ്ങൾ നടത്തി അവരെ മരണത്തിലേക്ക് കൂടി തള്ളിവിടുന്നതും കൂടിയാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ നിയമം അതിനെ വഴിക്ക് പൊക്കോട്ടെ എന്നുകൂടി കരുതുന്നതാണ് ഉചിതമെന്ന് കൂടി പറയണം. അവിടെ അപ്പോഴും പറയേണ്ട കാര്യം, സ്ത്രീകൾക്ക് തങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഏത് സാഹചര്യവും സ്വീകരിക്കാമെന്നിരിക്കുമ്പോൾ പോലും റീച്ചിന് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടാൻ വേണ്ടിയിട്ടും ഒരാളുടെയും ജീവൻ നശിപ്പിക്കരുതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയണം, ഇവിടെ വേട്ടക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. എത്ര തന്നെ ഇപ്പോഴത്തെ പല ബസ്സുകളിലും കാണുന്നുണ്ട്, റീൽസ് എടുക്കാനായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല, അല്ലെങ്കിൽ റീൽസ് ആഗ്രഹിച്ചാരും ഇങ്ങോട്ട് ഈ ബസ്സിൽ കയറേണ്ടതില്ല എന്നുള്ളൊക്കെ റീൽസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. പക്ഷെ അപ്പോൾ അതിൽ മനസ്സിലാക്കണം, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിൽ യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ യാതൊരു തർക്കവുമില്ല, അതുണ്ടാകുന്നത് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന വേട്ടക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊപ്പം ജീവിക്കുന്നു എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അവർ ഇപ്പോഴും ഇരയെ കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. മണിക്കൂറിൽ 2 സ്ത്രീകൾ വെച്ച് കേരളത്തിൽ ആക്രമിക്കപ്പെടുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും അമ്മയ്ക്കും സഹോദരിക്കും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം ഈ അനുഭവങ്ങൾ ഒരു തവണയെങ്കിലും നേരിട്ടിട്ടുള്ളവർ തന്നെയായിരിക്കും ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഒരാളെയും പെട്ടെന്നങ്ങ് വെള്ളപൂശാനും നിൽക്കരുത്. അതിനൊപ്പം തന്നെ ഒരാളെയും ക്രിമിനലായി ചിത്രീകരിക്കുകയും ചെയ്ത് രണ്ടും ചെയ്യുന്നത് ശരിയല്ല. കാരണം 2 തരത്തിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് റീൽസിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ടാകും, അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റൊരാളെ ക്രൂശിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. ഒപ്പം തന്നെ ഇവിടെ വേട്ടക്കാരായി നിൽക്കുന്നവരുമുണ്ടാകും. 2 ഭാഗവും നമ്മുടെ നാട്ടിലുള്ളവരാണ്, മനുഷ്യരാണ്. ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അത് നാം മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. ഒരു ഭാഗത്തെ മാത്രം, അല്ലെങ്കിൽ ഷിംജിതയുടെ ഭാഗത്തുണ്ടായതിനെ മാത്രം വലിയ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് പറയുന്നതിൽ യാതൊരു ശരിയുമില്ല. അതുപോലെ ദീപകിനെ ചൂണ്ടിക്കാണിച്ച് എല്ലാ പുരുഷന്മാരും പാവങ്ങളാണെന്ന് പറയുന്നതും ശരിയല്ല എന്നുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്.